Hello friends, welcome to Electron College. We will discuss an important topic on how to find saturation in BJT. This problems section actually. Okay. How saturation active okay. So saturation discuss okay. problem discuss okay. For finding this, I am taking a fixed bias configuration. Fixed bias configuration ആണ് ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഓക്കേ. അപ്പോൾ ഒരു fixed bias configuration ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ it look like ഇതാ നിങ്ങൾക്ക് അറിയാം fixed biasൽ എന്തൊക്കെയുണ്ട് ഇതാ ഇവിടെ this is like this. You will be having an RB അല്ലേ? ഇവിടെ ആരുണ്ട്? ഇവിടെ നമ്മുടെ RC ഉണ്ട്. ഓക്കേ. ഇത് VCC ഇതാണ് നിങ്ങളുടെ VBB അല്ലേ? അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം കട്ട് ഓഫ് ആണോ അല്ലെങ്കിൽ സാച്ചുറേഷൻ ആണോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ കട്ട് ഓഫിൻ്റെ കാര്യമാണ് ആദ്യം കാണാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ടു ഫൈൻഡ് ഇതിൻ്റെ അക്രോസ് ആണ് VCC മെഷർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ടു ഐഡൻറ്റിഫൈ കട്ട് ഓഫ് റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഉണ്ട്. കട്ട് ഓഫ് റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ കണ്ടെത്താൽ മതി വെൻ യുവർ BBB ഈക്വൽ ടു 0, അതായത് ഇത് 0 ആവാം, അല്ലെങ്കിൽ ഐദർ ഇറ്റ് ഈസ് ലെസ് ദാൻ BBE. ഒന്നുകിൽ അത് 0 ആവാം, അല്ലെങ്കിൽ BBEനെക്കാട്ടിയും കുറവാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ IB എത്രയാണ്? യുവർ IB വിൽ ബി ഈക്വൽ ടു 0. ശരിയല്ലേ? IB 0 ആണെങ്കിൽ നിങ്ങളുടെ IC എത്രയാണ്? IC ഈക്വൽ ടു ബീറ്റ IB അല്ലേ? അതും എന്താവും? 0 ആവില്ലേ? അതായത് IC 0 ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് യുവർ RC ഓൾസോ വിൽ ബി 0. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് യുവർ VC എന്ന് പറയുന്ന സാധനം, ഇത് VC ആണ്. VC എന്ന് പറഞ്ഞ സാധനം എന്ത് തന്നെയാണ്? ഇറ്റ് വിൽ ബി VCC അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് വരക്കുമ്പോൾ എങ്ങനെ വരും? ഇഫ് യു ആർ മേക്കിംഗ് എ സർക്യൂട്ട് ലൈക്ക് ദിസ്, നമ്മൾ ഇങ്ങനെ വരച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇതാണ് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത് അല്ലേ? ദിസ് ഈസ് യുവർ കട്ട് ഓഫ് റീജിയൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് പോയിന്റ് വരുന്നത്. അതായത് നിങ്ങളുടെ ഇവിടെ ബേസ് കറണ്ട് എത്രയാണ്? 0 ആണ്. ശരിയല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് റീജിയൻ വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. അതായത് ഈ സമയത്ത് നിങ്ങളുടെ VCC എന്ന് പറയുന്നത് നിങ്ങളുടെ എന്ത് തന്നെയാണ്? ഇറ്റ് വിൽ ബി യുവർ VCE. ശരിയല്ലേ? സോ ഇൻ ദർ കട്ട് ഓഫ് റീജിയൻ VCE ഈക്വൽ ടു VCC. ക്ലിയർ? അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പറയാം ഡയറക്റ്റ്ലി നമുക്ക് സർക്യൂട്ട് നോക്കിയിട്ട് തന്നെ പറയാം എന്ത്? ഇറ്റ് വിൽ ബി കട്ട് ഓഫിൻ്റെ സമയത്ത് യുവർ VCE ഈക്വൽ ടു വാട്ട്? യുവർ VCC. ഇത് കട്ട് ഓഫ് റീജിയനിൽ. ക്ലിയർ? ഇനി നമ്മൾ നോക്കുകയാണ് ഇപ്പം BBB 0 ആകുന്ന കേസിലാണ് പറഞ്ഞത് അല്ലേ? ഇനി BBB 0 അല്ലാത്ത കേസിൽ നമുക്ക് ആക്റ്റീവ് ആണോ അല്ലെ സാച്ചുറേഷൻ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പോൾ BBB 0 അല്ലാത്ത കേസിൽ ഇത് ആക്റ്റീവ് ആണോ സാച്ചുറേഷൻ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ സ്റ്റെപ്സ് ആണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പോൾ വി വിൽ ലുക്ക്. ഇത് BBB ആണല്ലോ. ഓക്കെ. ഇത് VCC, ഇത് RC, ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IC. ഇതിൻ്റെ അക്രോസ് ആണ് എന്ത്? C. ഓക്കെ. ഇതാണ് നമ്മുടെ എന്ത്? IB. ക്ലിയർ? അപ്പം എന്താണ് നിങ്ങളുടെ BBB നോട്ട് ഈക്വൽ ടു 0 അല്ലേ? 0 അല്ലാത്ത കേസിലുള്ള പ്രോഗ്രാമാണ് നോക്കുന്നത്. അപ്പോൾ ഈ കേസുകളിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ആർ ടേക്കിംഗ്, അല്ലെങ്കിൽ ഈ ഒരു കേസുകളിൽ നമ്മുടെ VCE എന്താണ്? VCE ഈസ് വെരി ലോ. ഓക്കെ. VCE എന്താണ്? വളരെ ലോ ആണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.1 മുതൽ 0.2 വോൾട്ട് വരെയാണ് ഉണ്ടാവുക. ഓക്കെ. നമുക്ക് പ്രാക്ടിക്കലി അല്ല, നമ്മൾ ശരിക്കും ഇതൊരു സാച്ചുറേഷനിൽ അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഇഫ് യു ആർ അസ്യൂമിങ് ഇറ്റ് ഇൻ സാച്ചുറേഷൻ, സാച്ചുറേഷനിൽ നിങ്ങൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഇൻ സാച്ചുറേഷൻ ദിസ് VCE ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 വോൾട്ട്. ക്ലിയർ? അപ്പോൾ ഓരോ ടേംസ് നമ്മൾ കാണാൻ പോകണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ IC എന്തായിരിക്കും? IC യു വിൽ ഗെറ്റ് ആൻ കളക്ടർ കറണ്ട്. ശരിയാണല്ലോ? അതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മാക്സിമം കളക്ടർ കറണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ IC സാച്ചുറേഷൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. VCE 0 എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ IC. ക്ലിയർ? ആ IC എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ സാച്ചുറേഷൻ ടൈമിലുള്ള IC എന്ന് അറിയാമല്ലോ. അപ്പോൾ ആ IC സാറ്റ് എങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ
you can get it as IC sat equal to VCC divided by RC. ഓക്കെ, അപ്പോൾ IC sat എന്ന് പറയുന്ന സാധനമാണ്, ഇറ്റ് ഈസ് ദ മാക്സിമം പോസിബിൾ കറണ്ട് that can flow through the transistor. ട്രാൻസിസ്റ്ററിലെ ഫ്ലോ ചെയ്യുന്ന മാക്സിമം കറണ്ടാണ് എന്ത് IC sat. ആ IC sat കിട്ടുന്ന മെത്തേഡാണ് VCC ഡിവൈഡഡ് ബൈ RC ചെയ്യുക. ഇനി നമുക്ക് ബേസ് കറണ്ട് കാണണം. ബേസ് കറണ്ട് കാണാൻ പണിയൊന്നുമില്ല. ബേസ് കറണ്ട് ഈസ് ഈക്വൽ ടു VBB മൈനസ് VBE ഡിവൈഡഡ് ബൈ RB. ക്ലിയർ? ഇനി നമുക്ക് IC കാണാമല്ലോ. സാധാരണ IC എങ്ങനെ കാണാം? നമ്മൾ സാധാരണ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, ബീറ്റ IB യൂസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? IC കാണാം. ഈ കാണുന്ന IC എന്ന് പറഞ്ഞാൽ ഇത് ആക്റ്റീവ് റീജിയനിലെ IC ആണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുക ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അസ്യൂം ചെയ്തിട്ട് നമ്മൾ കാണുന്ന IC ആണ് ഈ IC. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ സാച്ചുറേഷൻ്റെ അൾട്ടിമേറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ assume you are operating in an active region and find your IC equal to, അപ്പോൾ ഈ ജസ്റ്റ് നിങ്ങൾ IC മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ IC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ യുവർ IC സാച്ചുറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന IC ഈ IC സാറ്റിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ വി ക്യാൻ ടെൽ ദാറ്റ് യുവർ ട്രാൻസിസ്റ്റർ ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ യുവർ സാച്ചുറേഷൻ റീജിയൻ. ക്ലിയർ? ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എന്താണ്? യു ആർ അസ്യൂമിങ് VC ഈക്വൽ ടു 0 volt. യു ആർ ഫൈൻഡിങ് ഔട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് IC സാറ്റ് കാണുക. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? IB കാണുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? IC കാണുക. ഓക്കെ, അപ്പോൾ IC കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഈ ICയും ഈ IC സാറ്റും കമ്പയർ ചെയ്യുക. ഇഫ് യുവർ IC ഈസ് ഗ്രേറ്റർ ദാൻ യുവർ IC സാറ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ യുവർ സാച്ചുറേഷൻ റീജിയൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം യു വിൽ ബി ഹാവിങ് 10 volt അല്ല 10 ohm ഹിയർ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ബീറ്റ 40 ആണ്. ഹിയർ 20 volt ഇത് 10K. ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IC, ഇത് C, ഇത് ബീറ്റ, ഇത് നമ്മളുടെ B ആണ്, ബേസ് ആണ്. ഇത് നമ്മളുടെ 100K ആണ്, നമ്മളുടെ 10 volt ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IB, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IC. ക്ലിയർ? അപ്പം ബീറ്റ നമുക്ക് എത്ര കിട്ടി? ഇറ്റ് ഈസ് 40. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ നിങ്ങൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? അസ്യൂം ഇൻ സാച്ചുറേഷൻ. അസ്യൂം ഇൻ സാച്ചുറേഷനിൽ അസ്യൂം ചെയ്ത് എന്താണ്? VC എത്രയാണെന്ന് അസ്യൂം ചെയ്യുന്നത്? 0 volt അല്ലേ. അപ്പോൾ ഇവിടെ IC സാറ്റ് എത്ര കിട്ടും? IC സാറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്താൽ VCC ബൈ RC. VCC എത്രയാണ്? 20 ഡിവൈഡ് ബൈ RC എത്ര? 10 kilo ohm. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 milliampere. ക്ലിയർ? ദെൻ IB എങ്ങനെ കാണും? IB കാണാൻ VBB മൈനസ് VBE ഡിവൈഡഡ് ബൈ RB. ശരിയല്ലേ? VBB എന്ന് പറഞ്ഞാൽ 10 മൈനസ് VBE 0.7 ഡിവൈഡഡ് ബൈ RB എത്രയാണ്? 100K. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 9.3 ഡിവൈഡഡ് ബൈ 100K. ദാറ്റ് ഈസ് ഈക്വൽ ടു യുവർ 93 microampere. ശരിയല്ലേ? അസ്യൂം യുവർ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ആക്റ്റീവ് റീജിയൻ. അപ്പോൾ IC എത്ര കിട്ടും? IC ഈക്വൽ ടു ബീറ്റ IB. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ബീറ്റ 40 ഇൻറ്റു IB നമുക്ക് കിട്ടി 93 microampere കിട്ടി. സോ യുവർ വാല്യൂ ഈസ് 3.72 milliampere. ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. എന്താണ്? നിങ്ങൾ ICയും IC സാറ്റും കമ്പയർ ചെയ്യുക. ഏതാണ് വലുത്? IC ആണ് വലുത്. സോ യുവർ IC ഈസ് ഗ്രേറ്റർ ദാൻ IC സാച്ചുറേഷൻ. വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ യുവർ the transistor is operating in your which region? Saturation region. പ്രോബ്ലം കഴിഞ്ഞു. ക്ലിയർ? ഇനി ഇതിൻ്റെ പുറത്ത് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ IC സാറ്റ് എത്രയാണ്? 2 milliampere. അതുപോലെ നമ്മുടെ IB എത്രയാണ്? 93 microampere അല്ലേ. ബീറ്റ എത്രയാണ്? കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ IC ബൈ IB അല്ലേ, IB അല്ല. അപ്പോൾ 2 milliampere ഡിവൈഡഡ് ബൈ 93 microampere. യു വിൽ ഗെറ്റ് 21.5. ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കറണ്ട് ഗെയിൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇത് ആക്റ്റീവ് റേഞ്ചിലെ കറണ്ട് ഗെയിൻ എത്രയാണ്? 40 അല്ലേ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ലെസ് ദാൻ ദ ബീറ്റ ഇൻ ദ ആക്റ്റീവ് റീജിയൻ. ശരിയല്ലേ? അപ്പോൾ ബീറ്റ സാച്ചുറേഷനിലെ സാധനമാണ് ഈ 21.5. അപ്പോൾ പറയാൻ പറ്റണം ബീറ്റ സാച്ചുറേഷൻ ഈസ് ലെസ് ദാൻ ബീറ്റ.
ഈ ബീറ്റ ഏതിലാണ്? ആക്റ്റീവ് റീജിയനിലാണ്. ഇതും ഏതിൻ്റെ കണ്ടീഷനാണ്? സാച്ചുറേഷൻ്റെ കണ്ടീഷനാണ്. ക്ലിയർ? അപ്പോൾ രണ്ട് കണ്ടീഷൻ പറയാം. IC ഗ്രേറ്റർ ദാൻ IC സാറ്റ് എന്നും പറയാം. അതുപോലെ തന്നെ ബീറ്റ സാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ബീറ്റ എന്നും പറയാം. ക്ലിയർ? അത് രണ്ടും നമുക്ക് എന്താ പറയുക, ബീറ്റ സാറ്റ് ഗിവൺ ആക്റ്റീവ് റീജിയൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബീറ്റ തന്ന ബീറ്റ ഗിവൺ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പോൾ ഇതും ഏതിൻ്റെ കണ്ടീഷനാണ്? സാച്ചുറേഷൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, വെൻ യു ആർ ഓപ്പറേറ്റിംഗ് യുവർ BJT ഇൻ യുവർ സാച്ചുറേഷൻ റീജിയൻ, ദ വാല്യൂ ഓഫ് ദ കറണ്ട് ഗെയിൻ വിൽ റെഡ്യൂസ്. സാച്ചുറേഷൻ റീജിയനിൽ വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് ഗെയിൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഇഫ് യുവർ ബീറ്റ ചേഞ്ച് ചെയ്യുക അത് പറഞ്ഞാൽ ഇപ്പോൾ ബീറ്റ കുറയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ബീറ്റ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ സർക്യൂട്ട് എന്ത് ചെയ്യും? സാച്ചുറേഷൻ എന്ത് ചെയ്യും? പുറത്ത് കിടക്കും. ക്ലിയർ? അപ്പം നമ്മളെ സാച്ചുറേഷനിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അത് എക്സിബിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു ഓപ്പറേറ്റ് ദ ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷൻ ഇൻ ഓൾ കണ്ടീഷൻ, എന്ത് കണ്ടീഷനായാലും നമുക്ക് സാച്ചുറേഷനിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സ് കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ സാച്ചുറേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ല എന്തെങ്കിലും ഒരു എററുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ സാധനം സാച്ചുറേഷൻ, ഓൾ ടൈം സാച്ചുറേഷൻ വേണം. അപ്പോൾ ഓൾ ടൈം സാച്ചുറേഷൻ വേണമെന്നുള്ള പറയുന്ന ടേമാണ്, അതിന് പറയുന്ന ടേമാണ് ഹാർഡ് സാച്ചുറേഷൻ. ഓക്കെ, ഹാർഡ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് എല്ലാ ടൈമും സാച്ചുറേഷൻ ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യണം. അതായത് ഇഫ് യു ആർ ഹാവിങ് ഇപ്പോൾ നമുക്ക് RCൻ്റെയും VCCൻ്റെ ഒക്കെ വാല്യൂ അറിയാം. അപ്പോൾ നിങ്ങളുടെ വാല്യൂ ഓഫ് ദ RB ഷുഡ് ബി സെലക്റ്റഡ്. RB സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ. RB ഷുഡ് ബി സെലക്റ്റഡ് സച്ച് ദാറ്റ് ദ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്സ് ഇൻ ഹാർഡ് സാച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ഈ RB ഷുഡ് ബി സെലക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യുവർ ബീറ്റ ഈസ് വെരി ലോ. ബീറ്റ വളരെ ചെറുത് എന്നുള്ളത് കണ്ടീഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ RBനെ എന്ത് ചെയ്യാൻ? സെലക്ട് ചെയ്യാൻ വേണ്ടി. ക്ലിയർ? അപ്പോൾ നമ്മൾ കോമൺലി എടുക്കുന്ന ബീറ്റ ഹാർഡ് സാച്ചുറേഷനിൽ എടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറൗണ്ട് 10. ഓക്കെ, അപ്പോൾ അറൗണ്ട് 10 എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹാർഡ് സാച്ചുറേഷനിൽ എങ്ങനെയാണ് നിങ്ങളുടെ RB കാണുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം നമ്മളുടെ IC സാറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് 2 mA. ദെൻ അപ്പോൾ നമ്മളുടെ IB എങ്ങനെ വരും? യുവർ IB ഈസ് സച്ച് ദാറ്റ് നമ്മുടെ IB എങ്ങനെ വരും? നമ്മൾ അല്ലെങ്കിൽ IC സാറ്റ് അറിയാമല്ലോ. നിങ്ങൾ IC സാറ്റ് ഡിവൈഡഡ് ബൈ ബീറ്റ ആണ്. IC സാറ്റ് എത്രയാണ്? 2 mA ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 200 microampere കിട്ടും അല്ലേ? ഈ വാല്യൂ ഓഫ് ബേസ് കറണ്ട് അല്ലെങ്കിൽ ദിസ് വാല്യൂ എൻഷുവേഴ്സ് ദാറ്റ് ദ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്സ് ഇൻ യുവർ ഹാർഡ് സാച്ചുറേഷൻ. ഈ വാല്യൂ ആണ് ട്രാൻസിസ്റ്റർ ഹാർഡ് സാച്ചുറേഷനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ IB എത്ര വരും? യു വിൽ ഗെറ്റ് 10 - 0.7 ഡിവൈഡഡ് ബൈ RB. ഇത് പ്രകാരം നിങ്ങൾക്ക് RB കണ്ടുപിടിക്കാമല്ലോ. RB എങ്ങനെ കാണും? 9.3 ഡിവൈഡഡ് ബൈ IB. IB ഇവിടെ ഓൾറെഡി കിട്ടി. എത്രയാണത്? 9.3 ഡിവൈഡഡ് ബൈ 200 microampere. സോ യുവർ ആൻസർ വിൽ ബി 46.5 kilo ohm. അപ്പോൾ ദ വാല്യൂ ഓഫ് RB ഈസ് സെറ്റ് അറൗണ്ട് ദിസ് വാല്യൂ. ഈ വാല്യൂവിൽ RB എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. ശരിയല്ല? അപ്പോൾ നമുക്ക് എൻഷർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് സാച്ചുറേഷൻ ആവണമെങ്കിൽ നമുക്ക് എൻഷർ ചെയ്യേണ്ട RBൻ്റെ വാല്യൂ ഏത് വാല്യൂ ആയിരിക്കണം? ഈ ഹൈ വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാർഡ് സാച്ചുറേഷൻ ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡ് സാച്ചുറേഷൻ ആണെന്ന് ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എപ്പോഴും സാച്ചുറേഷനിലാണ് നമ്മളുടെ ട്രാൻസിസ്റ്റർ ഇരിക്കേണ്ടത്. അത് ഉറപ്പ് വരുത്താനുള്ള RBൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ദാസ് വി ക്യാൻ എൻഷുർ ദാറ്റ് ദ ട്രാൻസിസ്റ്റർ ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ ഹാർഡ് സാച്ചുറേഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്, അപ്പോൾ നമ്മൾ കട്ട് ഓഫ് റീജിയനും സാച്ചുറേഷൻ റീജിയനിലൊക്കെ ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരിക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വി വിൽ ഡിസ്കസ് ദ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് റീജിയൻ സാച്ചുറേഷൻ റീജിയൻ കണ്ടുപിടിക്കുക
എന്ന് മനസ്സിലായെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നു. വി വിൽ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം കാണാം. ഓക്കെ ദെൻ താങ്ക് യു.